മാളു എന്താ ഇവിടെ തന്നെ നിൽക്കുന്നതെന്ന് മുരളിയേട്ടൻ ഇപ്പോഴും ചോദിച്ചു. എന്നിട്ട് നീ എന്തു പറഞ്ഞു? എന്തു പറയാനാ, അപ്പുവിന്റെ കാര്യത്തിന് വേണ്ടി നിൽക്കുവാന്ന് ഞാൻ പറഞ്ഞു. ആ, തൽക്കാലം അങ്ങനെ പറഞ്ഞാ മതി. പക്ഷെ എത്ര നാളെന്ന് പറഞ്ഞാ? മുരളിയേട്ടൻ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു തീർപ്പാകുമെന്ന് വിചാരിച്ചതാ. അതും വെറുതെയായി. തീർപ്പാകാൻ നമ്മൾ മാത്രം വിചാരിച്ചാ പോരല്ലോ അശ്വതി, അവനും കൂടെ വിചാരിക്കണ്ടേ? ഇല്ലമ്മേ, ഇന്നലെ ഡേസി ടീച്ചറിന്റെ ഭാഗത്തുനിന്ന് കാര്യങ്ങൾ വിളിച്ച് അന്വേഷിച്ചിരുന്നല്ലോ. മാളുവല്ലേ സംസാരിക്കാൻ കൂട്ടാക്കാതിരുന്നത്. അങ്ങനെ വിളിച്ചന്വേഷിച്ചതുകൊണ്ട് കാര്യം വല്ലതും ഉണ്ടോ അശ്വതി? ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് വരണം. അതല്ലേ അതിന്റെ ഒരു മര്യാദ. എന്നാലും ടീച്ചറിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുരഞ്ജന ശ്രമം ഉണ്ടായിട്ട് മാളു സഹകരിക്കാതെ നിൽക്കുമ്പോ അവൾക്കതിൽ താല്പര്യമില്ലെന്നല്ലേ ടീച്ചർ കരുതൂ? എന്റെ അശ്വതി, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയ ഇതിനൊരു അന്തവും ഉണ്ടാവത്തില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് തിടുക്കപ്പെട്ട ഒരു പരിഹാരം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് കണ്ട അവരത് മോനോട് പറയും. അപ്പൊ അവൻ അതിന്റെ ഗൗരവം മനസ്സിലാകുകയും ചെയ്യും. ഒന്നുകിൽ ഇതോടുകൂടി അവൻ സ്വയം നശിക്കും, അല്ലെങ്കിൽ മുരളി വരുമ്പോ ഇതിന്റെ കല്ലും നെല്ലും തിരിയും. അതാ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. പ്രശ്നങ്ങൾ അത്രത്തോളം വഷളാവാതെ എങ്ങനെയെങ്കിലും രമ്യമായൊന്ന് പരിഹരിച്ചാൽ മതിയായിരുന്നു. നീ അങ്ങനെ ആഗ്രഹിക്കുന്നത് നമ്മുടെ കൊച്ചിന്റെ ഭാവിയെ ഓർത്ത്. പക്ഷെ അവർ കൂടി ആ ചിന്ത വേണമല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ടീച്ചർ മോനെയും കൂട്ടി രായ്ക്ക് രാമാനം ഇതിനൊരു പരിഹാരം കണ്ടേനെ. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണെന്നാണല്ലോ ടീച്ചറിന്റെ വെപ്പ്. എന്നിട്ടെന്താ സ്വന്തം മോന്റെ കാര്യത്തിൽ അവർക്ക് അവനെ പറഞ്ഞു തിരുത്താൻ പറ്റാതെ പോകുന്നത്? എന്നിട്ട് നമ്മളെ ബോധിപ്പിക്കാൻ ഫോണിൽ കുത്തിയ ഒരു അന്വേഷണവും. അങ്ങനെ പൊട്ടം കളിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല ശ്രുതി. മുരളി ഈ കഷ്ടപ്പെടുന്നതൊക്കെ ആർക്ക് വേണ്ടിയാ? അവക്കും അവളുടെ ഭർത്താവിന്റെ കുടുംബത്തിനും വേണ്ടിയല്ലേ? ആ വിചാരമെങ്കിലും ടീച്ചറിനും മോനും ഉണ്ടാകേണ്ടതാണേ. എന്തൊക്കെയായിരുന്നു കല്യാണത്തിന് മുമ്പ് ആ ചെറുക്കന്റെ വീരവാദം? സ്ത്രീധനം വേണ്ട, സ്വർണം വേണ്ട. എന്നിട്ട് രണ്ടുപേരുടെ അക്കൗണ്ടിൽ കിടന്ന കാശല്ലേ യാതൊരു ഉളുപ്പുമില്ലാതെ ആ പെണ്ണിനെടുത്തു കൊടുത്തത്. അപ്പൊ അതിനൊരു കുഴപ്പമില്ല. ദേ, ഞാൻ തുടക്കം മുതൽ മാളുവിന്റെ ഭാഗത്ത് നിൽക്കുന്ന എന്താണെന്നറിയോ? അവളുടെ ഭാഗത്ത് ന്യായമുണ്ട്, അതാ കാര്യം. അമ്മ ഇനി അവളോട് അതേപ്പറ്റി പറഞ്ഞ് കൂടുതൽ പിരികേറ്റണ്ട. ടീച്ചറും ജോബിനും വരുവാണെങ്കിൽ നമ്മളായിട്ട് മുൻകൈ എടുത്ത് ഒരു പരിഹാരം കാണണം എന്ന് തന്നെയാ എന്റെ മനസ്സിലിപ്പോഴും. കഴിവതും മുരളിയേട്ടൻ വരുന്നതിന് മുമ്പ് ഇതൊന്ന് പറഞ്ഞു തീർത്താൽ മതിയായിരുന്നു. അതിന് നീയായിട്ട് അവരെ ക്ഷണിച്ചു വരുത്താനൊന്നും പോകണ്ട. അവർക്ക് തോന്നുവാണെങ്കിൽ വരട്ടെ, നമുക്ക് മാന്യമായിട്ട് സംസാരിച്ച് പരിഹരിക്കാം. ഇനി അതല്ല, ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനാണ് അവരുടെ തീരുമാനമെങ്കിൽ മുരളി വരുമ്പോഴേക്കും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ വഴിക്ക് നീങ്ങാം. ചൊല്ലിയിട്ടും തല്ലിയിട്ടും നന്നായില്ലെങ്കിൽ പിന്നെ തള്ളിക്കളയണം. അതാ ഏത് കാര്യത്തിനും നല്ലത്. എന്തായാലും ഡെയ്സി ജോബിനെ തല്ലണ്ടായിരുന്നു. അതിന് മാത്രം ഡെയ്സിയെ പ്രവോക്ക് ചെയ്ത് എന്തായിരുന്നു? തല്ലണമെന്ന് ഞാനും കരുതിയതല്ല ഗീത, പക്ഷെ തല്ലിപ്പോയി. പ്രകോപിപ്പിച്ചതെന്താന്ന് വെച്ചാ അവന്റെ നിലപാട്. അതെന്നെ വല്ലാതെ ഭയപ്പെടും ഗീത. അതിന്റെ ഒരു വിഷമവും നിരാശയും അതെല്ലാം കൂടി ചേർന്നപ്പോ. പോട്ടെ, സംഭവിച്ചത് സംഭവിച്ചു. ഗീത പറഞ്ഞ പോലെ ഡെയ്സി കുറച്ചും കൂടി ആത്മസംയമനം പാലിക്കണമായിരുന്നു. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വിഷയം അപ്പു സംസാരിക്കാന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മളതിൽ ഇടപെടാത്തത്. ഇനിയിപ്പോൾ കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് നമ്മൾ വീട്ടുകാരിതിൽ ഇടപെടണം തന്നെയാ. അങ്ങനൊരു തീരുമാനം എടുക്കാൻ വരട്ടെ വി. അപ്പു എന്തായാലും ജോബിനെ കണ്ട് സംസാരിക്കാന്ന് പറഞ്ഞല്ലേ പോയത്. അപ്പുവിനോട് എന്താ ജോബിൻ പറയുന്നത് നോക്കട്ടെ, അത് കഴിഞ്ഞ് മതി. അല്ല, അതത്രേ ഉള്ളൂ. എങ്കിലും അപ്പോഴും ജോബിനും മാളുവും ഇതേ നിലപാട് തുടരുകയാണെങ്കിൽ പിന്നെ നമ്മൾ കാഴ്ചക്കാരായിട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. മുരളി എന്ന് വരുമെന്ന് അറിയോ? സേലത്തെന്തോ വലിയൊരു പ്രോജക്റ്റിന്റെ ഡിസ്കഷന് പോയതാണെന്നാ മാളു അപ്പുവിനോട് പറഞ്ഞത്. ചിലപ്പോ ഇനി കുറച്ച് ദിവസം കൊണ്ട് എടുത്തേക്കും. അതുവരെ ഇതിങ്ങനെ എങ്ങും എത്താത്ത രീതിയിൽ തുടരാൻ പറ്റില്ല വിജയ്. ആ, ഡെയ്സി ടെൻഷൻ അടിക്കാതെ കുട്ടികളുടെ ഇടപെടൽ എങ്ങനെ അവസാനിക്കും നോക്കട്ടെ. അത് കഴിഞ്ഞ് മാളുവിനെ വിളിച്ചു വരുത്തി ഞാനും ഗീതയും സംസാരിക്കാം. വേണ്ടി വന്ന ജോബിനെ കൂടെ വിളിപ്പിക്കാം. അയ്യേ, എന്താ ഡേസി ഇത്? നമ്മളൊക്കെ ഇതുപോലെ എത്ര സിറ്റുവേഷൻസ് കടന്നുപോയവരാ. ഇതുപോലൊരു കുഞ്ഞു കാര്യത്തിന് ഡേസി ഇങ്ങനെ മനസ്സ് വിഷമിപ്പിച്ചാലോ? ആദ്യമൊക്കെ ഞാനും അങ്ങനെ കരുതിയിട്ടുള്ളൂ ഗീതേ. അവന്റെ സ്കൂളിംഗ് കഴിഞ്ഞ് ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ അവനെ വഴക്ക് പോലും പറഞ്ഞിട്ടില്ല. അത്ര
നല്ല കുട്ടിയായിരുന്നു അവൻ. പക്ഷേ ഈയിടെയായി എന്നിൽ നിന്ന് അവൻ വല്ലാതെ അകന്നു പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ശ്ശേ, അങ്ങനെയൊന്നും ഡേസി മനസ്സുകൊണ്ട് പോലും ചിന്തിക്കരുത്. കേട്ടിടത്തോളം എനിക്ക് മനസ്സിലായത് ജോബിനേക്കാളും ഡേസി മാളുവിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ജോബിനെ ദേഷ്യം പിടിപ്പിക്കുന്നത്. ഞാൻ എങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്യാതിരിക്കും? മാളു പറയുന്നതിൽ ന്യായമില്ലേ? നോക്ക് ഡേസി, കുട്ടികൾക്ക് ഇതൊക്കെ വലിയ കാര്യമായിരിക്കും. അതുകൊണ്ടാ അവരിത് തലനാരിഴ കയറി പരിശോധിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇതത്ര ഗുരുതരമായ പ്രശ്നമൊന്നുമല്ല. നമ്മൾ വൈകാരികമായല്ല ഈ പ്രശ്നത്തെ നേരിടേണ്ടത്. കൂട്ടായിരുന്ന് കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കിയാൽ രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് വിട്ടുവീഴ്ച ഉണ്ടാകും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഞാനൊരു കാര്യം തീരുമാനിച്ചു വിജയ്. ഇനി ഞാനായിട്ട് മാളുവിനോടും അവളുടെ വീട്ടുകാരോടും ഈ പ്രശ്നം സംസാരിക്കില്ല. നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ, അപ്പുവിനോട് ജോബിൻ എന്താ പറയുന്നതെന്ന് അറിഞ്ഞിട്ട് നിങ്ങളത് വേണ്ടതുപോലെ ചെയ്താൽ മതി. അത് മുരളി വന്നിട്ടാണെങ്കിൽ അങ്ങനെ, അതിനു മുൻപാണെങ്കിൽ അതും സമ്മതം. ഡേസി സമാധാനായിട്ടിരിക്കെ. എന്തായാലും അപ്പു വരട്ടെ. എന്താണ് ജോബിന് അപ്പുവിനോട് പറഞ്ഞതെന്ന് അറിഞ്ഞിട്ട് പോവാം. ശരിയാ ഡേസി, ഇത്രയും വെയിറ്റ് ചെയ്തില്ലേ? ഇനി അപ്പുവിനെ കൂടെ കണ്ടിട്ട് പോവാം. അപ്പു എന്താ എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാത്തത്? അന്ന് അവിടെ വെച്ച് അപ്പു ഞങ്ങളെ കണ്ടെങ്കിൽ അപ്പുവിന് ധൈര്യമായിട്ട് അങ്ങോട്ട് വരാമായിരുന്നു. എന്താണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതെന്നും എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കേണ്ടി വന്നുവെന്നും അപ്പുവിന് ഞാൻ നിൽക്കുമ്പോൾ തന്നെ നേരിട്ട് ബോധ്യപ്പെടാമായിരുന്നല്ലോ. ഞാൻ പോകുന്നവരവിടെ പതുങ്ങി നിൽക്കുക, അത് കഴിഞ്ഞ് മനഃപൂർവ്വം ഒരാളെ ചോദ്യങ്ങൾ കൊണ്ട് ഇറിറ്റേറ്റ് ചെയ്യുക, അതൊന്നും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോറി ഡോക്ടർ, ഞാനങ്ങനെ പതുങ്ങി നിന്നൊന്നുമല്ല. നിങ്ങളെന്തോ സീരിയസ് കാര്യമോ ഡിസ്കസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. ഒന്നുകിൽ എനിക്ക് ഡോക്ടറെ ഒറ്റയ്ക്ക് സംസാരിക്കണമായിരുന്നു. പക്ഷേ അപ്പോഴത്തെ ഡോക്ടറുടെ മൂഡ് കണ്ടിട്ട് അതിനുള്ള സാഹചര്യം ആയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. എങ്കിൽ പിന്നെ ആ സ്ത്രീയായിട്ട് സംസാരിക്കാമെന്ന് വെച്ചു. അത് ഇത്രയും വലിയൊരു പരാതിയാവുമെന്ന് ഞാൻ കരുതിയില്ല. സത്യത്തിൽ ഞാൻ വന്നപ്പോൾ മാളുവിൻ്റെ കാര്യമായിരിക്കും ഡോക്ടർ ആദ്യം ചോദിക്കാമെന്നാണ് കരുതിയത്. പക്ഷേ ഡോക്ടർ ചോദിച്ചത് ഞാൻ എന്തുകൊണ്ട് ഡോക്ടറിന്റെ ഫ്രണ്ടിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാ. ഞാൻ അപ്പുവിനെ കുറ്റപ്പെടുത്തിയൊന്നുമല്ല, പറഞ്ഞല്ലോ. അന്ന് ഞാനൊരു നല്ല മൂഡിലല്ലെന്ന് കണ്ടാൽ ഉറപ്പായിട്ടും അപ്പുവിനെ എന്നെ പിന്നെ എപ്പോഴെങ്കിലും വിളിക്കായിരുന്നല്ലോ. കാര്യങ്ങൾ എന്താണെന്ന് അലീനേക്കാൾ ഒരുപക്ഷെ ഡീറ്റെയിൽ ചെയ്യാൻ പറ്റുന്നത് എനിക്കായിരുന്നു. ശരിയാണ്. പക്ഷേ ആ സ്ത്രീയായി സംസാരിച്ച് അന്ന് അങ്ങനെ ഒരു അവസ്ഥയിൽ പിരിയേണ്ടി വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ ഡോക്ടറുടെ സുഹൃത്തിനോട് സംസാരിക്കാൻ നിൽക്കില്ലായിരുന്നു. ഓക്കെ, ലീവ് ഇറ്റ് ഡോക്ടർ. ഞാൻ സോറി പറയുന്നു. പക്ഷേ എനിക്കറിയേണ്ടത് അവർ പറഞ്ഞൊരു കാര്യം സത്യമാണോ അല്ലയോ എന്നോ. ഒരുപക്ഷെ അപ്പോഴത്തെ ഒരു ആവേശത്തിൽ ജയിക്കാൻ വേണ്ടി പറഞ്ഞതാവും അങ്ങനെ ഒരു കഥയെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. പക്ഷെ അതിനു മുമ്പ് ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഒരു കൺഫർമേഷൻ വേണമല്ലോ. എന്താ ഡോക്ടർ, ഞാൻ അങ്ങനെ വിശ്വസിച്ചോട്ടെ? സോറി അപ്പു, അലീന അപ്പുവിനോട് പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ്. ഞാനും അലീനയും മുൻപരിചയമുള്ളവരാ. മെഡിസിന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഓക്കെ, പക്ഷെ അവർ പറഞ്ഞത് ആ സമയത്ത് നിങ്ങൾ പരസ്പരം കമ്മിറ്റഡ് ആയിരുന്നു എന്നാ. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ടു ആൻ എക്സ്റ്റെന്റ് അതും ശരിയാണ്. പഠിക്കുന്ന സമയത്ത് പൊതുവേ ഞാനൊരു ഇൻട്രോവേർട്ടായിരുന്നു. ആ ഇടയ്ക്ക് മനസ്സിന് ഇഷ്ടം തോന്നിയൊരു കുട്ടി ക്യാമ്പസിൽ ആത്മഹത്യ ചെയ്തിരുന്നു. അതെന്നെ കൂടുതൽ തളർത്തി. ആ ഡിപ്രഷനിൽ നിന്ന് എന്നെ കരകയറാൻ സഹായിച്ചത് അലീനയായിരുന്നു. ആ സൗഹൃദം പിന്നീടൊരു പ്രണയം പോലെ വളർന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അലീനയുടെ വാശി പിടിക്കലും എടുത്തുചാട്ടവും കാരണം കോഴ്സ് കഴിയുമ്പോഴേ ഞങ്ങളുടെ ബന്ധം വഷളായിരുന്നു. പക്ഷെ അപ്പോൾ അലീന ഇതേ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തത് ഞാൻ പറഞ്ഞിട്ടല്ല. അലീന ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ വിവരം അറിഞ്ഞത് തന്നെ. ഓക്കെ ഡോക്ടർ, അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പോഴും മനസ്സിലാവാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ. ഇങ്ങനൊരു സൗഹൃദം ഉണ്ടായിരുന്നെന്നും ആ കുട്ടി ഇപ്പോൾ ഡോക്ടറോടൊപ്പം സെയിം ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നതെന്നും പ്രിയപ്പെട്ട രണ്ടുപേരോട് ഡോക്ടർ മറച്ചു വെച്ചു. അതിലൊന്ന് ഡോക്ടറുടെ മമ്മിയോ, മറ്റൊന്ന് ഭാര്യയും. ഡോക്ടറെ പോലൊരാൾ അങ്ങനെ ചെയ്ത എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
മമ്മിയോട് എനിക്ക് കാര്യം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ മമ്മിയോട് പറഞ്ഞാൽ അറിയാതെയെങ്കിലും മാളുവിനോട് പറയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൂനറിയാലോ, ഇത്തരം ചില കാര്യങ്ങളിൽ മാളു വല്ലാതെ പൊസസീവാ. പ്രത്യേകിച്ച് അബോർഷൻ കഴിഞ്ഞതോടെ ചില കാര്യങ്ങളിൽ മാളു വല്ലാതെ വാശി പിടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനൊരു കാര്യം കൂടി അറിഞ്ഞാൽ മാളു പിന്നെ ഞങ്ങളുടെ സൗഹൃദത്തെ ഒരു സംശയത്തിൻ്റെ കണ്ണോടുകൂടിയേ കാണുമെന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ട് മാളുവിൽ നിന്നും മമ്മിയിൽ നിന്നും ഞാൻ ഈ കാര്യം മറച്ചു വെച്ചത്. അതൊരു മതിയായ കാരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ. ഡോക്ടറുടെ ക്യാരക്ടർ വെച്ച് അലീനയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് മാളുവിനോടോ ഡെയ്സി ആൻറ്റിയോടോ പറഞ്ഞോ ഡോക്ടറെ സംശയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാളുവിനെ എത്ര പൊസസീവാണെന്ന് പറഞ്ഞാലും ഡോക്ടർ അവളെ ചീറ്റ് ചെയ്യാണെന്ന് ഒരിക്കലും അവൾ കരുതില്ല. ഇപ്പൊ ഈ നിമിഷം കൂടി അവൾ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? ഡോക്ടർ കലീനയുമായി വഴിവിട്ടൊരു സൗഹൃദം ഉണ്ടെന്ന് അവൾ വിശ്വസിക്കുന്നില്ല എന്ന്. അതിനി ആര് പറഞ്ഞാലും. സ്വന്തം ഭർത്താവിനോട് അത്രയും വിശ്വാസമുള്ള ഭാര്യ മാളു. ആ മാളുവിനെ ഭയന്നാണ് ഡോക്ടർ ഇത് അവളോട് പറയാതിരുന്നെങ്കിൽ അതൊരു തെറ്റ് തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത്. അപ്പോ മാളുവിന്റെ പക്ഷത്തെ നിൽക്കുമെന്ന് എനിക്കറിയാം. നോ ഡോക്ടർ, അങ്ങനെ അവളുടെ പക്ഷം പിടിച്ച് സംസാരിക്കാനല്ല ഞാൻ വന്നത്. പ്രത്യേകിച്ചും ആ സ്ത്രീ അന്ന് എന്നോട് അത്ര ഹാർഷായി പെരുമാറിയപ്പോൾ അതിന്റെ സത്യം എന്താണെന്ന് അറിയണമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഡോക്ടറായിട്ട് ഇതൊക്കെ സമ്മതിച്ച സ്ഥിതിക്ക് മാളുവിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് ആര് സമ്മതിച്ചു പോകും? എന്നുവെച്ചാൽ എന്റെ ഭാഗത്ത് ഒട്ടും ന്യായമില്ലെന്നാണോ? അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഡോക്ടറുടെ ഒളിച്ചു കളിയാ. ആര് ഒളിച്ചു കളിച്ചെന്ന്? ഞാനും അലീനയും തമ്മിലുള്ള സൗഹൃദത്തെ മാളു സംശയത്തോടു കൂടിയാണ് കാണുന്നതെങ്കിൽ എനിക്കെന്തുകൊണ്ട് അങ്ങനെ സംശയിച്ചുകൂടാ? എന്നുവെച്ചാ മാളുവിന് വേറെ റിലേഷൻ ഉണ്ടെന്നോ? എന്താ ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? അപ്പോ സംശയിക്കാനാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ റിലേഷനെയും സംശയിക്കാമല്ലോ. അപ്പോ ഒരാണാണ്, താനൊരാണാണെന്ന് ക്ലെയിം ചെയ്യുന്ന ഒരാളുമായി മാളുവിന് സൗഹൃദം പാടില്ലെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ലല്ലോ. അപ്പോ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു... ഡോക്ടർ പ്ലീസ് മതി. എന്നെ മാളുവിനെ കുറിച്ച് ഡോക്ടർക്ക് ഇങ്ങനൊരു സംശയം മനസ്സിലുണ്ടായിരുന്നെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഈ സംശയം ഇതിന് മുമ്പേ ഉണ്ടായിരുന്നോ അതോ ഇപ്പൊ തുടങ്ങിയതാണോ? അപ്പോ ഞാൻ സംശയിക്കുന്നു എന്നല്ല പറഞ്ഞത്, സംശയിക്കാമല്ലോ എന്നാ ചോദിച്ചത്. ചോദ്യം എങ്ങനെയായിരുന്നാലും ഉദ്ദേശിക്കുന്ന അർത്ഥം ഒന്നു തന്നെയല്ലേ ഡോക്ടർ? ഇങ്ങനെ ഒരു ചോദ്യം ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന് ഒരിക്കലും മാളു അറിയരുത്. കാരണം ഡോക്ടറിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ഒരിക്കലും അവൾ പ്രതീക്ഷിക്കില്ല. ഡോക്ടർ പേടിക്കണ്ട, ഞാനായിട്ടൊന്നും അവളോട് പറയില്ല. പൊക്കോട്ടെ. നീ എന്റെ പക്ഷത്ത് നിന്ന് സംസാരിച്ചത് ഡോക്ടർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല അല്ലേ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ പറയാതെ തന്നെ എനിക്കത് ഊഹിക്കാമല്ലോ. ഡോക്ടറുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായിരുന്നെങ്കിൽ നീ അതേക്കുറിച്ചാവുമല്ലോ ആദ്യം പറയുക. പോസിറ്റീവ് റെസ്പോൺസ് ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ആൾക്കും ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങോട്ട് വന്നൊരു ഒത്തുതീർപ്പ് ഡോക്ടർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വന്നാ ചെയ്തത് തെറ്റാണെന്ന് സ്വയം സമ്മതിക്കലാകുമെന്നൊരു വശം കൂടി ഉണ്ടല്ലോ അതില്. വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് മാപ്പ് പറഞ്ഞ് രാജി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. എന്നോടൊരു വാശിയും പിടിച്ചില്ല എന്നുള്ളത് സത്യം. ഡോക്ടറുടെ മനസ്സ് വല്ലാതെ ഡിസ്റ്റർബ്ഡ് മാളു. ഇന്ന് തമ്മിൽ സംസാരിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. ഡോക്ടറുടെ മനസ്സ് അങ്ങനെ ആയിത്തീരാൻ കാരണക്കാരി ഞാനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോ എന്ന് ഞാൻ പറഞ്ഞോ? ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുള്ളൂ, എന്തിനായിരുന്നു എന്റെ മുന്നിൽ ഈ ഡബിൾ ഗെയിം എന്ന്? ഡബിൾ ഗെയിമോ? അന്ന് ആതിരയുടെ ഫ്യൂണറൽ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുമ്പോൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഡോക്ടറെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്റെ മുന്നിൽ വെച്ച് വിളിക്കുമ്പോഴൊക്കെ അവരുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ വിമുഖത കാണിക്കുന്ന ഡോക്ടർ ഞാൻ അറിയാതെ അവരുടെ കാര്യത്തിൽ ഇത്ര കൺസേൺ ആകുന്നത് എന്തിനാണെന്ന് ഞാൻ സംശയിച്ചു പോകുന്നതിൽ, അത് ഓപ്പണായിട്ട് ഭർത്താവിനോട് ചോദിച്ചു പോയതിൽ തെറ്റ് പറയാൻ പറ്റുമോ? അപ്പോ ഇപ്പോഴും ഡോക്ടർ ആ ഫ്രണ്ടുമായിട്ട് അതിര് വിട്ട ഒരു റിലേഷൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരിക്കലും ഡെയ്സി ആന്റിയുടെ മകൻ അങ്ങനെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല. പിന്നെന്താ പ്രശ്നം? ഒന്നുറപ്പാപ്പോ, ഞാൻ അറിയാത്ത എന്തോ ഒന്ന്, അല്ലെങ്കിൽ എന്നോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത എന്തോ ഒന്ന് അവരുടെ റിലേഷനിലുണ്ട്. അതറിയണോ നീ എന്തിനാ മാളു വാശി പിടിക്കുന്നേ?
എല്ലാവർക്കും എല്ലാ കാര്യവും പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ നിന്നോടത് ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു സമയത്ത് ഡോക്ടർ ഉറപ്പായി നിന്നോടത് പറയുമായിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ കാര്യം തന്നെ എടുക്കുക. പരസ്പരം ഷെയർ ചെയ്യാനാവാത്ത ഒന്നും നമുക്കിടയിൽ ഇല്ലെന്നായിരുന്നില്ലേ നിന്റെ നമ്മുടെ ധാരണ. പക്ഷെ എന്നിട്ടും എൻ്റെ മനസ്സും മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ? അത് നിന്നോട് എനിക്ക് മറച്ചു വയ്ക്കാനാവാത്തൊരു സ്റ്റേജിലെത്തിയപ്പോൾ ഞാനായിട്ട് തന്നെ അതാദ്യം നിന്നോടല്ലേ തുറന്നു പറഞ്ഞത്. അതുപോലെ എന്തെങ്കിലും ഒരു സമയത്ത് ഡോക്ടർക്ക് അത് പറയാതിരിക്കാനാവാത്തൊരു സ്റ്റേജ് വരെ നിനക്കൊന്ന് ക്ഷമിച്ചൂടെ? അവിടെ നിനക്ക് തെറ്റിയപ്പോ. എന്താണ് അവരുടെ റിലേഷനിൽ എത്ര സ്പെഷ്യലായിട്ടുള്ളതെന്ന് അറിയാൻ അളവിൽ കവിഞ്ഞ ആഗ്രഹം ആവശ്യവും എനിക്കില്ല. ഒരു ഭാര്യയുടെ അവകാശം വെച്ച് ഞാൻ ആ ഫ്രണ്ട്ഷിപ്പിനെ ചോദ്യം ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല നിന്റെ യഥാർത്ഥ പ്രോബ്ലം. മറ്റൊരു വ്യക്തിയുമായി, അതും അലീൻ എന്ന വെറും ഒരു സുഹൃത്തുമായി ഡോക്ടർ എന്റെ വ്യക്തിത്വത്തെ കമ്പയർ ചെയ്ത് സംസാരിച്ചത് എന്തുകൊണ്ടാണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ എനിക്കിനി മനസ്സിലായിട്ടില്ല. ഡോക്ടർ അലീനയ്ക്ക് ഒരിക്കലും മാളവികയാവാൻ കഴിയില്ല, എനിക്ക് ഡോക്ടർ അലീനെ. എന്നിട്ടും ഞങ്ങൾ തമ്മിലൊരു ഉപമിക്കലിന് ഡോക്ടർ ശ്രമിക്കുമ്പോൾ വരികൾക്കിടയിൽ ചിലതൊക്കെ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്രയ്ക്ക് മണ്ടിയൊന്നും അല്ലല്ലോ. ശരി, നീ എന്താ അതിന്ന് മനസ്സിലാക്കുന്നേ? അത് പറ. സ്വന്തം ഭാര്യയുടെ കുറവുകൾ മറ്റൊരു സ്ത്രീയുമായിട്ട് ഒരാൾ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സ് ഒരു ബെറ്റർ ചോയ്സിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ്. എനിക്കങ്ങനെ തോന്നില്ല മാളു. അത് നിനക്കിപ്പോ ഒരു പുരുഷന്റെ പെർസ്പെക്റ്റീവ് ആയതുകൊണ്ട് തോന്നാവും. പക്ഷെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. പോട്ടെ, ഞാനിനി ഇതൊക്കെ പറഞ്ഞ് നിന്നെയും കൂടി വിഷമിപ്പിക്കുന്നില്ല. അതുകൊണ്ടാ ഡോക്ടറെ ഒരു കോംപ്രമൈസ് ടോക്കിന് വേണ്ടി നീ കാണണ്ടെന്ന് ഞാൻ പറഞ്ഞത്. കണ്ടതും സംസാരിച്ചതും തെറ്റായെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയിൽ അതെന്റെ കടമയാണ് താനും. ഇനിയും ഞാൻ ചിലപ്പോൾ അതിന് ശ്രമിച്ചെന്നിരിക്കും. നീ പറഞ്ഞ പോലെ ആ സൗഹൃദത്തിൽ സംശയിക്കത്തക്കതായി ഒന്നുമില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ മറ്റൊന്നിനെക്കുറിച്ചും ബോധരാവാതിരിക്കുന്നതന്നെയുമാണോ നല്ലത്. എന്ത് വേണമെന്ന് നീ ശരിക്കും ആലോചിക്കുക. ഞാൻ ഇറങ്ങാം. പോട്ടടി. നീ എന്താ ലേറ്റ് ആയതപ്പോ? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഡോക്ടറെ കണ്ട് സംസാരിച്ചതിന് ശേഷം 1-2 കോൾസ് വന്നിരുന്നു. നിന്നെയും കാത്ത് ഡെയ്സി ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ വരാൻ ലേറ്റ് ആവുമെന്ന് കരുതി ഡെയ്സി ഇപ്പോൾ പോയതേ ഉള്ളൂ. VP ഡെയ്സിയെ ഡ്രോപ്പ് ചെയ്യാൻ പോയിരിക്കുക. ഞാൻ ആൻറ്റിയെ വിളിച്ചിരുന്നു. അല്ല, ജോബിനെന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഡോക്ടർ പറയുന്നത് ഒക്കെ മാളുവിന്റെ തെറ്റിദ്ധാരണകളെന്നാ. തെറ്റിദ്ധാരണകളോ? എന്നുവെച്ചാ നീ ഒന്ന് തെളിച്ച് പറ അപ്പോ. അതായത് മാളു ഈ പറയുന്നത് പോലെ ഡോക്ടർ അലീനയുമായി ജോബിന് അങ്ങനെ ഒരു റിലേഷനൊന്നും ഇല്ലെന്നും ഒരു കൊളീഗുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്ന് ഡോക്ടർ പറയുന്നത്. പിന്നെ ഒക്കെ മാളുവിന്റെ പോസിറ്റീവ്നെസ് ആണെന്നും. അത് ശരിയാവും. പാവം, സ്നേഹം കൂടുതൽ കൊണ്ടുള്ള പ്രശ്നമാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. ഇനിയിപ്പോ എന്ത് പറഞ്ഞാ ഈ കുട്ടിയെ ഇതൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്താ? നിനക്ക് അവളോടൊന്ന് പറയായിരുന്നില്ലേ അപ്പോ? അമ്മേ, മാളുവിനോട് ഞാൻ ഇതേപ്പറ്റിയൊക്കെ സംസാരിച്ചതാ. പിന്നെ ഒരു പരിധിക്കപ്പുറം അവളെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. കാരണം ഡോക്ടർ പറയുന്നതിൽ എന്തൊക്കെയോ ചില പൊരുത്തക്കേടുകളുണ്ടെന്ന് എനിക്ക് തോന്നി. പൊരുത്തക്കേടുകളോ? നീ എന്താ ഉദ്ദേശിച്ചേ? ഇന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞ പോലെ ഒരു സഹപ്രവർത്തകയോടുള്ള സുഹൃത്ബന്ധമൊന്നുമല്ല ഡോക്ടർക്ക് ആ സ്ത്രീയോട്. എന്ന് നിന്നോടാര് പറഞ്ഞു? ജോബിൻ പറഞ്ഞോ അതോ മാളുവോ? മാളു പറഞ്ഞാണെങ്കിൽ ഒക്കെ അവളുടെ സംശയമായിരിക്കും അപ്പൂ. ഒന്നുമല്ല അമ്മേ, മാളു അല്ല എന്നോട് ഇക്കാര്യം പറഞ്ഞത്.